ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ബാങ്ക് അക്കൗണ്ടിൽ ലക്ഷങ്ങളോ കോടികളോ ഉള്ളതുകൊണ്ടോ മാത്രമല്ല ഫിനാൻഷ്യൽ ഫ്രീഡം. നിങ്ങളുടെ സമയത്തിൻ്റെ മേൽ നിങ്ങൾക്ക് പൂർണ്ണമായി നിയന്ത്രണം ഉണ്ടാകുന്നതാണ് റിയൽ ഫ്രീഡം. ദിവസം രാവിലെ എഴുന്നേറ്റ് ഒരേ റൂട്ടിലുള്ള യാത്ര, മാസം 1-ാം തീയതി വരുന്ന ശമ്പളം 10-ാം തീയതി ആകുമ്പോഴേക്കും EMI-യും ബില്ലുകളും കൊണ്ട് തീരുന്ന അവസ്ഥ. നമ്മളിൽ ഭൂരിഭാഗം പേരും പണത്തിനു വേണ്ടി ആയുസ് മുഴുവൻ ഓടുകയാണ്. എന്നാൽ നിങ്ങൾ ജോലി ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് മാസം തോറും കൃത്യമായി പണം വന്നുകൊണ്ടിരുന്നാലോ? ഇതിനെയാണ് ഫിനാൻഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് എക്സാക്ട്ലി പറയുന്നത്. സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നത് വെറും ഒരു സ്വപ്നമല്ല. SIP, ലോങ് ടേം ഷെയർ നിക്ഷേപങ്ങൾ, കൃത്യമായ റിസ്ക് മാനേജ്മെൻറ്റ് എന്നിവ ഉപയോഗിച്ച് ഒരു പാസീവ് ഇൻകം എങ്ങനെ നിങ്ങൾക്കുണ്ടാക്കാം? ഇതാണ് നമ്മൾ വളരെ ലളിതമായി ഞാൻ വിശദീകരിക്കാൻ പോകുന്നത്. എൻ്റെ പേര് സാദിഖ്. വെൽക്കം ടു സാദിഖ് ടോക്സ്. പലരും വിചാരിക്കുന്നത് പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതെ പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള വഴിയാണ് എന്നാണ്. എന്നാൽ ആക്ച്വലി അതല്ല റിയാലിറ്റി. തുടക്കത്തിൽ നിങ്ങളുടെ സമയവും സാലറിയും ഉപയോഗിച്ച് കെട്ടിപ്പടുക്കുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ് പാസീവ് ഇൻകം. നിങ്ങളല്ല, ആക്ച്വലി നിങ്ങളുടെ പണം ജോലി ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി പണം ഉണ്ടാക്കുന്ന അവസ്ഥ. സേവിങ്സ് അക്കൗണ്ടിൽ പണം വെറുതെ ഇട്ടാൽ പണപ്പെരുപ്പം അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ കാരണം അതിൻ്റെ മൂല്യം കുറയുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു 5 ലക്ഷം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റായി ഒരു വർഷം മുന്നേ ഇട്ടത് ഇപ്പോൾ അത് സെയിം ഫിഗർ തന്നെ, പക്ഷേ വാല്യൂ കുറഞ്ഞിട്ടുണ്ടാകും. അതിനാണ് ഇൻഫ്ലേഷൻ. ഇതിനു പകരം സുരക്ഷിതവും ലളിതവുമായ 2 വഴികളാണ് കോമൺലി ആളുകൾ ചൂസ് ചെയ്യുന്നത്. ലോങ് ടേം ഇക്വിറ്റി നിക്ഷേപങ്ങളും അതുപോലെ SIP വഴി മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നതും. ഇനി ഇൻവെസ്റ്റ് ചെയ്യാൻ എൻ്റെ കയ്യിൽ പണമില്ല എന്ന് പറയുന്നവർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് 50-30-20 റൂൾ. നിങ്ങളുടെ വരുമാനത്തിന് 50% അത്യാവശ്യ കാര്യങ്ങൾക്കും 30% ആഗ്രഹങ്ങൾക്കും മാറ്റിവെച്ചാൽ ബാക്കി വരുന്ന 20% നിർബന്ധമായി നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം. ഇങ്ങനെ മാറ്റിവെക്കുന്ന പണം എന്തുകൊണ്ട് ഇക്വിറ്റിയിലും SIP-യിലും തന്നെ നിക്ഷേപിക്കണം? ഒന്നാമതായി, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ അല്ലെങ്കിൽ SIP നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് ഒരു ചെറിയ തുക, അതായത് 5000-ഓ 10,000-ഓ രൂപ എല്ലാ മാസവും ഇൻഡെക്സ് ഫണ്ടുകളിലോ അല്ല നല്ല മ്യൂച്വൽ ഫണ്ടുകളിലോ കൃത്യമായി നിക്ഷേപിക്കുക. മാർക്കറ്റ് താഴോട്ട് പോയാലും മുകളിലോട്ട് പോയാലും ഈ നിക്ഷേപം മുടക്കരുത്. SIP എന്താണ്, എങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം എന്നൊക്കെ ഡീറ്റെയിലായി എൻ്റെ ചാനലിൽ സെപ്പറേറ്റ് വീഡിയോ ഉണ്ട്. അറിയാത്തവർക്ക് അതൊന്ന് കണ്ടു നോക്കാം. ഇനി രണ്ടാമതായി, ലോങ് ടേം ഇക്വിറ്റി അഥവാ ഡയറക്റ്റ് ഷെയറുകൾ. നല്ല ഫണ്ടമെൻ്റുള്ള മികച്ച കമ്പനിയുടെ ഷെയറുകൾ വാങ്ങി ദീർഘകാലത്തേക്ക് ഹോൾഡ് ചെയ്യുക. ഇവിടെയാണ് കോമ്പൗണ്ടിങ് പവർ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ തുടക്കത്തിലിടുന്ന പണത്തേക്കാൾ കൂടുതൽ ആ പണത്തിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ വീണ്ടും നിക്ഷേപിക്കപ്പെട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങും. 10-15 വർഷം കൊണ്ട് വലിയൊരു സമ്പത്ത് ഇതുവഴി നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ നിർബന്ധമായി ചെയ്തിരിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഇതാണ് നിങ്ങളുടെ പ്ലാനിങ്ങിൻ്റെ അടിത്തറ. അതാണ് അതിൻ്റെ ഫണ്ടമെൻ്റൽ ബേസ്. ഒന്നാമതായി, എമർജൻസി ഫണ്ട്. പെട്ടെന്ന് ജോലി പോകുകയോ ബിസിനസ് തടസ്സം വരികയോ ചെയ്താൽ ജീവിക്കാൻ കുറഞ്ഞത് 6 മാസത്തെ ചെലവിനുള്ള പണം ലിക്വിഡ് ബാങ്ക് അക്കൗണ്ടിലോ ലിക്വിഡ് ഫണ്ടിലോ മാറ്റിവെക്കണം. രണ്ടാമതായി, നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ്. ഒരു അപ്രതീക്ഷിത മെഡിക്കൽ എമർജൻസി വന്നാൽ നിങ്ങൾ വർഷങ്ങൾ കൊണ്ടുണ്ടാക്കിയ മുഴുവൻ ഇൻവെസ്റ്റ്മെൻറ്റും ഒറ്റ ദിവസം കൊണ്ട് തീർന്നു പോകും. അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് കുടുംബത്തിന് അനുയോജ്യമായ ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഇനി എല്ലാവരും ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഉണ്ടാക്കിയ ഈ വലിയ തുകയിൽ നിന്ന് മാസം തോറും പെൻഷൻ പോലെ എങ്ങനെ പണം പിൻവലിക്കാം? കൂട്ടുകാരെ, അതിന് 2 പോംവഴികളുണ്ട്. ഒന്നാമത്, SWP അഥവാ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഉണ്ടാക്കിയ തുകയിൽ നിന്ന് ഓരോ മാസവും നിങ്ങളുടെ ചെലവിന് ആവശ്യമായ പണം തനിയെ ബാങ്ക് അക്കൗണ്ടിലോട്ട് എത്തുന്ന സിസ്റ്റം. അത് നിങ്ങൾ സെറ്റ് ചെയ്യണം. നിങ്ങൾക്ക് സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. ബാക്കി പണം ഫണ്ടിൽ കിടന്ന് വീണ്ടും വളരുകയും ചെയ്യും. SWPയുടെയും ഡീറ്റെയിൽ വീഡിയോ എൻ്റെ ചാനൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. രണ്ടാമത്തേത്, ഡിവിഡൻഡ് സ്റ്റോക്കുകൾ. ലാഭവിഹിതം കൃത്യമായി നൽകുന്ന ക്വാളിറ്റി ഷെയറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കമ്പനികൾ ഓരോ വർഷവും നിശ്ചിത തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് നേരിട്ട് തരും. ഇത് തികച്ചും പാസീവായ ഒരു വരുമാനമാണ്. അപ്പോൾ നമുക്ക് മെയിൻ പോയിന്റിലോട്ട് നമുക്ക് വരാം.
അതായത് നിങ്ങൾ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ എത്ര രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം, എങ്ങനെ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനാണ് 25x റൂൾ ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ ഒരു വർഷത്തെ ആകെ ചെലവിനെ 25 കൊണ്ട് ഗുണിക്കുക. ഉദാഹരണത്തിന് ഒരു വർഷത്തെ ചെലവ് 4 ലക്ഷമാണെങ്കിൽ 4 ലക്ഷത്തിൻ്റെ 25 കൊണ്ട് ഗുണിച്ചാൽ 1 കോടി രൂപ കിട്ടും. നിങ്ങൾ SIP വഴിയും ഇക്വിറ്റി നിക്ഷേപങ്ങൾ വഴിയും ഈ 1 കോടി രൂപ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഓരോ വർഷവും 4% തുക പിൻവലിച്ചാൽ നിങ്ങളുടെ അസറ്റ് അഥവാ മൂലധനം ഒരിക്കലും തീരില്ല. പണപ്പെരുപ്പത്തെ മറികടന്ന് അത് നിലനിൽക്കുകയും ചെയ്യും. സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുക എന്നത് ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടാകുന്ന ഒരു കാര്യമല്ല. ഇത് ഇന്ന് തന്നെ തുടങ്ങേണ്ട ഒരു പ്രോസസ്സാണ്. വലിയ തുക വേണമെന്നില്ല. മാസം 1000 രൂപയുടെ ഒരു SIP ആണെങ്കിൽ പോലും ഇന്ന് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ലളിതമായൊരു കാര്യം ചെയ്യുക. നിങ്ങളുടെ പ്രതിമാസ ചെലവ് കണക്കാക്കി നിങ്ങളുടെ ഫയർ നമ്പർ എത്രയാണ് ഇന്ന് തന്നെ കണ്ടെത്തുക. പിന്നെ ഒരു കാര്യം, ഈ വീഡിയോ ജസ്റ്റ് ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രമാണ്. ഇവിടെ പറയുന്ന കാര്യങ്ങൾ അടിസ്ഥാനമാക്കി മാത്രം ഏതെങ്കിലും നിക്ഷേപ തീരുമാനം നിങ്ങൾ എടുക്കരുത്. നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യം എത്രയാണെന്ന് താഴെ കമൻറ്റിൽ നമ്മുടെ അടുത്ത് പറയുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.